നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് ലീലാതിലകം എന്ന കൃതിയാണ്. മലയാളത്തിലെ എല്ലാ വിഭാഗം പരീക്ഷകൾക്കും വ്യത്യസ്ത രീതിയിൽ ചോദിക്കുന്ന ഒരു കൃതി കൂടിയാണ് ലീലാതിലകം. ലീലാതിലകത്തിൻ്റെ കാലഘട്ടം 14-ാം നൂറ്റാണ്ട്. ലീലാതിലകം രചിച്ചതാരാണെന്ന് വ്യക്തമല്ല. ലീലാതിലകകാരൻ എന്നാണ് പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത്. ലീലാതിലകം രചിച്ച ഭാഷ സംസ്കൃതം. മണിപ്രവാളത്തിൻ്റെയും പാട്ടിൻ്റെയും ലക്ഷണം പറയുന്ന കൃതി. മണിപ്രവാളത്തിൻ്റെ ലക്ഷണമായിട്ട് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പാട്ടിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ദ്രമിഡ സംഘാത അക്ഷര നിബദ്ധ മെതുക മോന വൃത്ത വിശേഷയുക്തം പാട്ടെന്നാണ് പാട്ടിൻ്റെ ലക്ഷണം പറയുന്നത്. ഇപ്പോൾ മണിപ്രവാളത്തിൻ്റെ ലക്ഷണം പറയുന്ന കൃതി എന്ന് ചോദിച്ചാൽ ലീലാതിലകം. പാട്ടിൻ്റെ ലക്ഷണം പറയുന്ന കൃതി എന്ന് ചോദിച്ചാൽ അതും ലീലാതിലകം. ആദ്യ ഭാഷാശാസ്ത്ര കൃതി അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തിലെ ആദ്യ കൃതി എന്ന രീതിയിലും ഇതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ വ്യാകരണ കൃതി എന്നും ലീലാതിലകം അറിയപ്പെടുന്നുണ്ട്. ലീലാതിലകത്തെ 8 ശില്പങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ലീലാതിലകത്തെക്കുറിച്ച് മറ്റ് വിശദമായിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട്. ലീലാതിലകം പരിഭാഷപ്പെടുത്തിയത്, അതുകൂടാതെ മണിപ്രവാളത്തെ എത്ര രീതിയിൽ തിരിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശദമായ കാര്യങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. നന്ദി.